ഇന്ന് മറ്റൊരു ക്രൈം സ്റ്റോറി ആയിട്ട് വന്നിരിക്കുകയാണ്. ആ ക്രൈം സ്റ്റോറി പറയുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം തോന്നി. മറ്റൊന്നുമില്ല, നമ്മളിതിൽ എല്ലാ രീതിയിലുള്ള ക്രൈം സ്റ്റോറികളും പറയാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു റിലീജിയനെ നമ്മൾ എടുത്തിട്ട് പറയുന്നില്ല. നാട്ടിൽ നടക്കുന്ന ക്രൈം സ്റ്റോറികൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഡേറ്റാബേസിലാണ് നമ്മളാണെങ്കിൽ ഇവിടെ പല ക്രൈം സ്റ്റോറികളും പറയുന്നത്. പല ക്രൈം സ്റ്റോറി നടന്നത് തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്രൈം സ്റ്റോറി കെട്ടിച്ചമച്ചൊന്നും തന്നെ പറയാറില്ല. നടന്നിട്ടുള്ള ക്രൈം സ്റ്റോറിയുടെ ഡേറ്റാബേസിലാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്രൈം സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഒരു മതത്തെയോ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെയോ നമുക്കാണെങ്കിൽ ഒരിക്കലും തരം താഴ്ത്തി കാണിക്കാനോ അവരെ അടിച്ചമർത്താനോ അവരിലുള്ള മോശം കാര്യങ്ങൾ നമ്മൾ പുറം ലോകത്തോട്ട് കൊണ്ടുവരാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഈ ചാനലിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും. മാത്രവുമല്ല, പ്രത്യേകിച്ച് ഒരു മതത്തിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഒന്നും തന്നെ ഇവിടെ പറയാറില്ല. ലോകത്ത് നടക്കുന്ന പല ക്രൈം സ്റ്റോറികളും നമ്മളിവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് അതിലേക്ക് ആരും തന്നെ മതത്തെ കൊണ്ടുവന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പറയാൻ റീസൺ ഉണ്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇട്ടിരുന്ന ഒരു ക്രൈം സ്റ്റോറിയിൽ പ്രത്യേകിച്ച് ഒരു റിലീജിയനെ നമ്മൾ താഴ്ത്തി കിട്ടാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബാഡ് ആയിട്ടുള്ള കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്നിട്ടും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, ആ ഒരു റിലീജിയനെ കുറ്റം പറഞ്ഞിട്ട് മറ്റു കുറച്ച് ആൾക്കാരും കമന്റും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴും നമ്മുടെ ചാനലിൽ കുറച്ച് പ്രോബ്ലം ആയി. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഇന്നോട്ട് വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ക്രൈം സ്റ്റോറി ഉത്തർപ്രദേശിൽ നടന്നതാണ്. ഈ അവിഹിതമാണ് പല ബന്ധങ്ങളും തകരാനുള്ള റീസൺ. നമ്മൾ പറഞ്ഞിട്ടുള്ള പല ക്രൈം സ്റ്റോറികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് അവിഹിത ബന്ധങ്ങളാണ്. പലപ്പോഴും വീട്ടിൽ തന്നെയുള്ള അവിഹിത ബന്ധങ്ങളാണ് പല കൊലയ്ക്കും കാരണമാകുന്നത്. ഉത്തർപ്രദേശ് ബിജ്നോർ എന്ന് പറയുന്ന ജില്ലയിലെ ആ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ് ആംബുലൻസിൽ. വളരെ വേഗത്തിലാണ് വന്നത്. ആ പേഷ്യന്റിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. 22 വയസ്സുള്ള ഒരു യുവാവായിരുന്നു ആ പേഷ്യന്റ്. ആ പേഷ്യന്റിന്റെ പേരാണ് മുഹമ്മദ് ഗുൽഫാം. ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ മാരകമായിട്ടുള്ള അനേകം കുത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ജീവനുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. ഈ യുവാവിന്റെ മാതാവ് തന്നെയാണ് ഈ യുവാവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും അഡ്മിറ്റ് ചെയ്യുന്നതും. അപ്പൊ ഈ യുവാവിന്റെ മാതാവിനോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നം. ഡോക്ടർമാർ തിരക്കാണ് ഈ മുഹമ്മദ് ഗുൽഫാമിന് എങ്ങനെയാണ് കഴുത്തിൽ ഇത്ര ആഴത്തിലുള്ള അനേകം കുത്തുകൾ കിട്ടിയതെന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പം മുഹമ്മദ് ഗുൽഫാമിന്റെ ആ അമ്മ പറയുകയാണ്, എന്റെ ഭർത്താവായിട്ടുള്ള ഷാഹിദ് അഹമ്മദാണ് എന്റെ മകനെ കുത്തിയതെന്ന്. അപ്പൊ എന്താണ് കാരണം ചോദിക്കുമ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, അത് എന്നെയും മകനെയും ചേർത്ത് എന്റെ ഭർത്താവിന് ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള വഴക്കുകളൊക്കെ വീട്ടിലിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടും എന്റെ ഭർത്താവിനകത്തും വിശ്വാസമായിരുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വഴക്കും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. എന്റെ മകനോട് സംസാരിക്കണം എന്നും പറഞ്ഞിട്ടാണ് എന്റെ മകന് ഒരു മാവൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെയൊക്കെ വെച്ചാൽ ഉത്തർപ്രദേശിലൊക്കെ ഈ മാങ്ങയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. നമ്മളിവിടെ വെച്ചാൽ വീടുകളിലൊക്കെ വളർത്തുകയാണ് മാവുകൾ ചെയ്യുന്നത്. എന്നാൽ അവിടെ അങ്ങനെയല്ല. ഒരു പാടം തന്നെ ഉണ്ടാവും, ഒരു തോട്ടം തന്നെ ഉണ്ടാവും മാവുകൾക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു തോട്ടത്തിലേക്ക് എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകന്റെ കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് ഞാൻ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചിടക്കുന്ന എന്റെ മകനെയാണ് കാണുന്നത്. അങ്ങനെയാണ് അവനെ എടുത്ത് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്ന് മാതാവ് പറയുകയാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാര് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അങ്ങനെ ആ സ്ത്രീയെ എടുത്ത് ചോദ്യം ചെയ്യാണ്. കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ പോലീസുകാരോടും ഈ സ്ത്രീ ഇത് തന്നെ പറയുകയാണ്, എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. അപ്പം എന്റെ ഭർത്താവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട്. വഴക്കുണ്ടാക്കുന്നത് വെച്ചാൽ ഞാനും എന്റെ മകനും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ട് എന്നുള്ളൊരു പേരിലാണ് ഞങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാവുന്നത്. എന്നെയും മകനെയും എപ്പോഴും ഉപദ്രവിക്കാറുണ്ട്. വീട്ടിൽ ഒട്ടും തന്നെ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ പോലീസുകാരോട് പറയുകയാണ്. മാത്രവുമല്ല, എന്റെ മകനുമായിട്ട് വീട്ടിൽ വെച്ചൊരു വാക്കുതർക്കം ഉണ്ടായി. അപ്പൊ അതിനെ ചൊല്ലി എന്റെ മകനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഭർത്താവ് എന്റെ മകനുമായിട്ട് മാവൻ തോട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ എന്റെ മകന് കഴുത്തിൽ കുത്തി കിട്ടിയിട്ട് അവിടെ കിടക്കുകയാണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞതുപോലെ തന്നെ പോലീസുകാരോട് ഈ സ്ത്രീ പറയുകയാണ്. അപ്പൊ ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് പോലീസുകാർ പരിസരത്തൊക്കെ അന്വേഷിക്കാൻ. മാത്രവുമല്ല, ഈ അഹമ്മദിനെ അന്വേഷിക്കാൻ, ഇത് ഷാഹിദ് അഹമ്മദിനെ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഇപ്പൊ ആ സ്ഥലത്തെങ്ങും തന്നെ ഇല്ല. അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാകുകയാണ്. പോലീസുകാർ വളരെ വേഗം ഈ ഷാഹിദ് അഹമ്മദ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ അവിടെ എങ്ങും ചെന്നിട്ടില്ല. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് 2023 2023 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്.
അപ്പോൾ പോലീസുകാരാണെങ്കിൽ ഈ ഷാഹിദ് അഹമ്മദ് എവിടെ പോയിരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഷാഹിദ് അഹമ്മദ് ഒരു ബന്ധു വീട്ടിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ബന്ധു വീട്ടിലേക്ക് പോവുകയാണ്. മാർച്ച് 5-ാം തീയതി 2023 മാർച്ച് 5-ാം തീയതി ബന്ധു വീട്ടിൽ നിന്നും ഈ ഷാഹിദ് അഹമ്മദിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം പോലീസുകാർ ഈ ഷാഹിദിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകനും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ നിങ്ങളുടെ മകനെയാണെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് പോലീസുകാർ ഈ ഷാഹിദ് അഹമ്മദിനോട്. അപ്പൊ ഷാഹിദ് അഹമ്മദ് പറയാണ്, എന്റെ തെറ്റിദ്ധാരണയല്ല അത്, എന്റെ ഭാര്യയും എന്റെ മകനും തമ്മിൽ അഭിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ ഷാഹിദ് അഹമ്മദ് അവിടെ വെച്ച് പറയണം. അപ്പൊ പോലീസുകാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിനെ പിടികൂടുന്ന സമയത്തും ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർ വിചാരിക്കുകയാണ് ഈ മദ്യത്തിന്റെ പുറത്തായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, ഒരുപക്ഷെ ഷാഹിദ് അഹമ്മദ് സംശയരോഗമായിരിക്കാം ഉണ്ടാവാൻ സാധ്യത എന്നുള്ള കാര്യം പറയുകയാണ്. മാത്രമല്ല ഷാഹിദ് അഹമ്മദിനെ ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ മുഹമ്മദ് ഗുൽഫാമിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. മുഹമ്മദ് ഗുൽഫാം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരം പറയുകയാണ്. അപ്പൊ അത്രയും നേരം പോലീസുകാരാണെങ്കിൽ ഒരു കൊലപാതക ശ്രമം എന്നുള്ള രീതിയിലായിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അതിന്റെ രീതികൾ മാറുകയാണ്, ഒരു കൊലപാതക കേസായിട്ട് അത് മാറുകയാണ്. അങ്ങനെ ഈ ഷാഹിദ് അഹമ്മദിനെയാണെങ്കിൽ പോലീസുകാർ വളരെ വ്യക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴത്തെ ആ മദ്യത്തിന്റെ ആ ഇതൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഈ ഷാഹിദ് അഹമ്മദ് പറയുന്നത്, ഞാൻ പറയുന്നത് സത്യമാണ്, എന്റെ മകനും എന്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് തവണ എതിർത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരോടും ഞാൻ പറയുന്നുണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ വേണ്ട, നീ എന്റെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്തല്ല എന്റെ ഭാര്യ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് സമ്മതമല്ല, എനിക്ക് നിങ്ങൾക്കൊപ്പം ജീവിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല, ഞാൻ മുഹമ്മദ് ഗുൽഫാമിനൊപ്പമേ ജീവിക്കുകയുള്ളൂ എന്ന് ആ സ്ത്രീ പറയുകയാണ്. പലതവണ തന്റെ ഭാര്യയോട് ഇത് പറഞ്ഞിട്ടും അവർ കേൾക്കാതായപ്പോൾ ഇത് പിന്നെ മകനോട് പറയാൻ തുടങ്ങി. അമ്മയുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങൾ തെറ്റാണ്, ഇങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദ് ഗുൽഫാമിനെയാണെങ്കിൽ ഈ ഷാഹിദ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഈ ഗുൽഫാമും ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്തും ഗുൽഫാം ആണെങ്കിൽ പറയുന്നത്, ഞാനും ആ സ്ത്രീയും തമ്മിൽ ഇഷ്ടത്തിലാണ്, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. അപ്പോഴും അമ്മ എന്നുള്ള രീതിയിലല്ല ഈ ഗുൽഫാം ആണെങ്കിൽ ഷാഹിദിനോട് സംസാരിക്കുന്നത്. ഷാഹിദ് ഏറെ നേരം പരിശ്രമിച്ചിട്ടും ഗുൽഫാം ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല അടുത്തൊക്കെ പരിസരത്തൊക്കെ ആണെങ്കിൽ ഈ വിവരങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു, അത്യാവശ്യം അയൽക്കാരൊക്കെ ഈ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഉണ്ടാകുന്ന നാണക്കേടും മറ്റും ഈ അഹമ്മദിന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. ഈ ഷാഹിദ് അഹമ്മദിന് അതൊട്ടും തന്നെ താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം വളരെ ചെറിയൊരു കുടുംബമാണെങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ കഴിയും, ആ നാട്ടിലാണെങ്കിൽ അത്യാവശ്യം അഭിമാനത്തോടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷാഹിദ് അഹമ്മദ് എന്ന് പറയുന്നത്. ഇപ്പോ തന്റെ ഭാര്യയും തങ്ങൾക്ക് ജനിച്ച മകനും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്, അവരൊന്നിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷാഹിദിന് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. വല്ലാണ്ട് ഭ്രാന്ത് പിടിച്ചു പോയ ഷാഹിദ് തീരുമാനിക്കുകയാണ്, ഒന്നുകിൽ തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ മകനെ ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ ഷാഹിദ് തന്റെ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഷാഹിദ് കാണുന്നത് തന്റെ മകനായിട്ടുള്ള ഗുൽഫാമും തന്റെ ഭാര്യയും തമ്മിൽ അരുതാത്ത രീതിയിൽ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് വയലന്റ് ആയ ഷാഹിദ് ആണെങ്കിൽ അവരെ ആണെങ്കിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗുൽഫാമിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ നിന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഗുൽഫാമിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് മാവിൻ തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഗുൽഫാമിനെ ഒരുപാട് നേരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഈ ഷാഹിദ് ശ്രമിക്കുകയാണ്. അത് തന്നെ നിന്റെ മാതാവാണ്, ആ മാതാവിനോട് അങ്ങനെ കാണിക്കാൻ പാടില്ല, അവൾക്കോ അറിവില്ല, നീ അങ്ങനെ കാണിക്കരുത്. ഈ ഷാഹിദ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഗുൽഫാം അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. താനും തന്റെ അമ്മയായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, അത് ആരൊക്കെ എതിർത്താലും അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇവരെ കൊല്ലാൻ വേണ്ടി കരുതിയിരുന്ന ആ കത്തി ആ സമയത്ത് ഷാഹിദിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഗുൽഫാം ആണെങ്കിൽ തിരിഞ്ഞു നിന്നായിരുന്നു സംസാരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ ഷാഹിദാണ് ആ കത്തി കൊണ്ട് ഗുൽഫാമിന്റെ കഴുത്തിലേക്ക് ആഞ്ഞാഞ്ഞ് കുത്തുകയാണ്. അത് ഒരു തവണയല്ല പല തവണ കുത്തുകയാണ്. അങ്ങനെ കുത്തു കിട്ടിയ ഗുൽഫാം അവിടെ നിലത്തേക്ക് വീഴുകയാണ്. ഒരു അലർച്ചയോടെയാണ് വീണത്. ഈ അലർച്ച കേട്ടിട്ടായിരുന്നു ഈ ഷാഹിദിന്റെ ഭാര്യ അവിടേക്ക് ഓടിയെത്തുന്നതും തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളായിരുന്നു ഈ കേസിന് ആസ്പദമായി സംഭവിച്ചത്. അങ്ങനെ ഈ ഷാഹിദിനെ ആണെങ്കിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ സമർപ്പിക്കുകയാണ്.
ഷാഹിദിന്റെ പേരിൽ ചുമത്തിയിരുന്ന വകുപ്പ് എന്ന് വെച്ചാൽ IPC 302 വകുപ്പ് പ്രകാരം കേസെടുത്തു. മാത്രമല്ല ആയുധ നിയമം പ്രകാരം 4/25 പ്രകാരവും ഈ ഷാഹിദിന്റെ പോലീസുകാർ കേസെടുക്കുകയാണ് ചെയ്തത്. ഈ അവിഹിത ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത്. അവിടുത്തെ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള നീരജ് കുമാർ ജൗദാൻ പറഞ്ഞതും ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരു അമ്മയും മകനും തമ്മിലുള്ള അരുതാത്ത ബന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ അന്വേഷണ സംഘത്തിനും മനസ്സിലായത് അത് തന്നെയാണ്. ILBDയുള്ള അന്വേഷണ സമയത്തും മനസ്സിലായി ഈ അമ്മയും മകനും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിനെ ചൊല്ലി പല തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഷാഹിദാണ് ഇത് എതിർക്കുകയും ഇതിനാണെങ്കിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇരുവരും ഇത്തരം ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാലാണ് അവസാനം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് ഷാഹിദിനെ നയിച്ചത് എന്നുള്ളൊരു വിവരം പോലീസുകാർ പ്രസ് മീറ്റിനോട് പറയുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ കേസിലെ വിസ്താരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഷാഹിദ് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. എന്ത് തന്നെ ആയാലും ഒരു കൊലപാതകം ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ആ ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഷാഹിദിന് വേണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാമായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് വരുന്ന അഭിപ്രായം കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം നമുക്ക് തരിക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.